ഏഷ്യന് കൈരളി സൂര്യ ടി.വി. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. എന്താ കാര്യം പറഞ്ഞോളൂ. ഈ നാട്ടിലൊരു മുഖ്യമന്ത്രിയുണ്ടോ? ഭരണമുണ്ടോ? നിങ്ങളത് ചോദിക്കാൻ കാരണം? ഐ ആം എ ബിസിനസ്മാൻ, NRI ബിസിനസ്മാൻ. ഒരു പ്രോജക്ട് കൊടുത്തിട്ട് മാസങ്ങളായി, ഒരനക്കവും ഇല്ല. ബാക്കിയോട് പറയൂ. ആരോട് ചോദിച്ചാലും ഒരേ ഒരു ഉത്തരം, മുഖ്യമന്ത്രി വരട്ടെ, മുഖ്യമന്ത്രി വരട്ടെ. മുഖ്യമന്ത്രി എന്ന് വരും അതാർക്കും അറിയില്ല. CM-ന് സുഖമില്ല, അതൊരു സത്യമല്ലേ? ശരിയാ. മറ്റൊന്നുകൂടി ഞാൻ അറിഞ്ഞു, CM ഇനി ഒരിക്കലും ഓഫീസിൽ വരാനിടയില്ല. ഇതിന്റെ നിജസ്ഥിതി നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഷുവർ. ഞാനൊരു പ്രവാസി മലയാളിയാണ്. ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള പെർമിഷന് വേണ്ടി ഞാൻ കുറെ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ബട്ട് നോ യൂസ്. പൊതുഭരണം ഉൾപ്പെടെ പല സർക്കാർ പോളിസികളിലും തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി കുറെ ദിവസങ്ങളായി ഓഫീസിലെത്തുന്നില്ല. ഷെയിം. എനിക്ക് മാത്രമല്ല, എല്ലാ മലയാളികൾക്കും. ഈ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ അല്പമെങ്കിലും താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഏറിയാണ്. ഓക്കെ, കഴിഞ്ഞ കുറെ നാളുകളായി ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇടപെടാതെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നു. വൈ? നിങ്ങൾ അന്വേഷിക്കണം. Yeah. സർ, ന്യൂസൊക്കെ ഞാനും കേട്ടു, അന്വേഷിക്കുകയും ചെയ്തു. ഇറ്റ്സ് ജസ്റ്റ് ബുൾഷിറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ തലയൊന്നും ഉണ്ടാക്കണ്ട സർ. ജൂൺ 11 CM ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇന്നലെ ജൂലൈ 20. ഇതിനിടയിൽ 40 ദിവസവും CM ഓഫീസിൽ പോയിട്ടില്ല. ഇന്ന് മണ്ഡലം 41 തികഞ്ഞപ്പോ ചില പ്രവാസികൾക്ക് ആകെ ആദി. CM-നെ കുറിച്ച് പെട്ടെന്നൊരു ഉത്കണ്ഠ. പറഞ്ഞു വെച്ചതുപോലെ 5 മിനിറ്റ് ഇടപെട്ട് ചാനലുകളിലേക്ക് ചാറ പറ വിളി, അതും പല സിമ്മിൽ. ബട്ട് ഓൾ ദ കോൾസ് ഒറിജിനേറ്റഡ് ഫ്രം ദ സെയിം ടവർ. ഇത് വെറും ബോഗസ് ന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ അധികം തലമുണ്ടാക്കണ്ട, തലയിൽ പുണ്ണാക്കാതിരുന്ന മതി. കാടളക്കി പുകച്ചു പുറത്തു ചാടിക്കുക എന്നൊരു ചൊല്ലുണ്ട്. ചിലർക്ക് CM-നെ പുറത്തു കിട്ടണം, അതിനുള്ള കളിയാ സാറേ ഇത്. അതുകൊണ്ട് സാറ് ധൈര്യമായിട്ട് CM-നോടും PS വാസ്തവനോടും പറയണം, ഈ വ്യാജ വാർത്ത കേട്ടിട്ട് ഡിസ്റ്റർബ്ഡ് ആവണ്ട. ഓക്കെ. വാ വാ വാ, DGP-മാര് വാ. അല്ല, നിങ്ങൾ ഈ CM-നെ വീട്ടിൽ തന്നെ തളച്ചിടാൻ തീരുമാനിച്ചിരിക്കുക? അങ്ങനെ ഒന്നല്ല. ഇപ്പൊ എത്ര ദിവസമായെന്നറിയാവോ CM പുറത്തിറങ്ങിയിട്ട്? പാവം, വട്ടുപിടിക്കില്ലേ മനുഷ്യന്. പത്രങ്ങൾ ഓരോന്നെടുത്ത് വായിച്ചു നോക്ക്. ഓരോ പത്രങ്ങളിലും CM-നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് CM-ന് വാദമെന്നോ തളർവാദമെന്നോ പരാൽറ്റിക്കെന്നോ സംസാരശേഷി നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നത്. പച്ചക്കള്ളാരും നമ്മക്കറിയാം, പക്ഷെ ജനങ്ങൾ ഇത് വിശ്വസിക്കും. അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യ. ഇത്തിരി അല്ല സഖാവേ, കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. വേറൊന്നുമല്ല, സെക്യൂരിറ്റി പ്രശ്നമാ. എന്ത് സെക്യൂരിറ്റി? XO YO Z ഒക്കെ അല്ലേ ഇപ്പോ? അതൊക്കെ പോലീസിന്റെ ജോലി. സെക്യൂരിറ്റി കൊടുക്കുന്ന ആളെ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയല്ലേ? ആണോ? അപ്പോ അത് ചെയ്യുക. ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന പരിപാടി ശരിയാവില്ല. നിങ്ങൾ പോലീസ് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. എന്നാ ശരി, ഇത് പറയാനാ വിളിപ്പിച്ചു. DGP-മാര് അല്ല സഖാവേ, ഈ പന്ന പീറ്റർ കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോയാലോ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങ. ഇത് എന്ത് സ്ഥലമാണ്? എന്തിനാ അവൻ നമ്മളെ കാണണോന്ന് പറഞ്ഞത്? അറിയില്ല. എനിക്ക് ഒളിച്ചു താമസിക്കാൻ ഒരു സ്ഥലം വേണം. സ്ഥലോ? അതൊന്നും നമ്മുടെ കോൺട്രാക്റ്റിലില്ലല്ലോ.
എന്നാ വേണ്ട, പൊയ്ക്കോ. ഹ, അത് സാരമില്ല. പറഞ്ഞോ, എവിടെ, എങ്ങനെ? സൗകര്യങ്ങളൊന്നും വേണ്ട. ചൂടും മഴയും കൊള്ളരുത്, മറ്റുള്ളവരുടെ ശ്രദ്ധയിലും പെടരുത്, അത്രേ ഉള്ളൂ. റിസ്ക് കൂടുതലാണെങ്കിൽ തൽക്കാലം ഉപേക്ഷിക്കാവുന്നേ. ഹൈ റിസ്ക് എന്നും അതാണ് എനിക്കിഷ്ടം. ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം. ഒരു പ്രൊഫഷണൽ തുടങ്ങിയതെന്തും അവസാനിപ്പിച്ചിട്ടേ നിർത്തൂ. ഐ എം എ പ്രൊഫഷണൽ. എന്റെ ജോലി ശ്രദ്ധിക്കുന്ന പലരും ഈ രാജ്യത്തിന് പുറത്തുണ്ട്. ഏത് കാരണം കൊണ്ടായാലും ഞാൻ പിന്മാറിയാൽ അതെന്റെ പ്രൊഫഷനെ ബാധിക്കും. ഞാൻ പിന്മാറില്ല. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. രണ്ടാമതും എന്നെ ഏൽപ്പിച്ച അഡ്വാൻസ് എപ്പോ എവിടെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾക്ക് താല്പര്യമില്ല, പിന്നെ എന്ത് കോപ്പാടോ തനിക്ക്? ഏയ്, സ്ഥലം ശരിയാക്കിയിട്ട് അറിയിക്കാം. പിന്മാറണമെങ്കിൽ ഒന്നുകിൽ ഞാൻ അവസാനിക്കണം, അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഓക്കെ അല്ലേ? ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഓക്കെയാണ് സർ. പക്ഷെ ഞാൻ പറയും, അസാസിൻ പിടിയിലാകുന്നതുവരെ CM-ന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സെക്യൂരിറ്റി. You are absolutely correct. But we are helpless, Perumal. We are helpless. That's a fate, sir. We are always helpless. But the things are getting looser and the stakes are going higher and higher. I understand. CM വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഓവർ.
ആ ഇരുന്നോ താൻ എന്ത് പോക്കിരിത്തരോടെ കാണിച്ച് ആ കൊലയാളി രക്ഷപ്പെടാൻ വിട്ടു അല്ലേ? സാർ എന്തൊക്കെയാ പറഞ്ഞത്? മലയാളം MA LA YA LA എന്തേ ബോധിച്ചില്ലേ? ഇഡിയോട്ടിക്. സെക്യൂരിറ്റി ലാബ്സ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ. സെക്യൂരിറ്റി ലാബ്സോ? പെരുമാളിന്റെ ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ CMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ ഒരു ബ്രില്യൻസ് കടം വാങ്ങിയ ബുദ്ധിയാ മാഷേ. പല സ്റ്റേറ്റിലും VVIPസിന്റെ കാര്യത്തിൽ ആളെ മാറ്റലും കാർ മാറ്റലും ഒക്കെ നടന്നിട്ടുണ്ട്. ആന്ധ്രയിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പുകാർ അന്നത്തെ CMനെ തട്ടാൻ വേണ്ടി തിരുപ്പതിയിൽ മൈൻ വെച്ചില്ലേ? അയാളുടെ ഭാഗ്യം ലാസ്റ്റ് മൂമെന്റിൽ കാർ മാറി. അതും ഇയാളുടെ ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണോ? കയ്യിൽ പഴം പോലെ കിട്ടിയ ഒരുത്തനെ ഇവൻ വിട്ടുകളഞ്ഞില്ലേ? ഞാൻ ചോദിച്ചതേ ആ ലാബ്സിനെ കുറിച്ചാ. എനിക്ക് സംശയമുണ്ട് ഇത് ഒരു ഒത്തുകളിയാണോന്ന്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ മാത്രം കൊലയാളിയെ കാണുക, ഒറ്റയ്ക്ക് ഫോളോ ചെയ്യുക, തുടർന്ന് കുറെ നേരത്തേക്ക് രണ്ടുപേരും മിസ്സിംഗ്. ആ മിസ്സിംഗിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്ത് ഡീലാണ് നടന്നത്? എത്ര കോടിയാണ് കൈമാറിയത്? സർ, ഞാൻ പോകുന്നു. പ്ലീസ്. നീ പോടാ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പീറ്റർ. യു ആർ an അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇതുപോലെ ലക്കും ലഗാനും ഇല്ലാമ സംസാരിക്കരുത്. തനക്ക് എന്തറിയാ ആളെ കുറിച്ച്? പറ എന്തറിയാ? ഞാനല്ലടോ കോപ്പ ഇതൊക്കെ പറയണത്. പാർട്ടിക്കകത്ത് പലരുടെ അഭിപ്രായങ്ങളാ. അതൊക്കെ ഞാൻ അന്വേഷിക്കാത്ത എന്താണെന്നാണ് അവന്മാർ എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ അവനോട് റാം പറഞ്ഞുകൊണ്ട് നിൽക്കണോ? എങ്ങനെ വേണേലും അന്വേഷിച്ചു. വേണ്ടാണ് ആർ പറഞ്ഞു? പാർട്ടിയിലുള്ള പലരും പറഞ്ഞു എന്നുള്ളത് സാറിന്റെ പുളുപടി. അതിന് പകരം പാർട്ടിയിലുള്ള പലരോടും സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ യോജിക്കും. അതെ അങ്ങനെ തന്നെ. ഇനിയാണെങ്കിൽ താൻ എന്ത് ചെയ്യൂ? പ്ലീസ്. ചായ കുടിക്കാനും കശുവണ്ടി തിന്നാനും മാത്രമുള്ള വെറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പോലെ ആവരുത് ഇതും. ഒരു മനുഷ്യന്റെ ജീവനെ പണയം വെച്ചാൽ നിങ്ങൾ ബഹളം കൂട്ടുന്നതെന്ന് ഓർക്കണം. വലിയ റാങ്കുകാരി ചെറിയ ഈഗോ കാണിക്കുന്നത് കാണുമ്പോ വല്ലാതെ ഡിസ്റ്റർബിംഗ് ആണ്. വെരി മച്ച് ഡിസ്റ്റർബിംഗ്. എല്ലായിടത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് ഞാനും മടുത്തു. കാണത്തില്ലല്ലോ, എവിടെ വെച്ചു? ഒരു നിമിഷം ഞാനാകെ പേടിച്ചു. സർ, ആകെ 2 കോളേജ് നമ്പറിൽ നിന്ന് പോയിട്ടുള്ളൂ. ഒന്നിത് സെക്രട്ടേറിയറ്റിലെ, അന്ന് സാറ് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ. സാമിയുടെ. യെസ്. രണ്ടാമത്തെ നമ്പർ കണ്ണൻ ശെൽവന്റെ നമ്പരാ. അന്ന് സാർ ഒരു ലിസ്റ്റ് തന്നില്ലേ, അതിൽ ഈ കണ്ണന്റെ നമ്പറും ഉണ്ട്. ആരാ സിമിന്റെ ഓണർ? അത് ഒരു പെൺകുട്ടിയുടെ പേരില്ല സർ. അതെ, റോഷ്നി ഈപ്പൻ. ഫൈനൽ ഇയർ BA സ്റ്റുഡന്റ്, വിമൻസ് കോളേജ്. ഒരു ഈപ്പന്റെ പേരും സാർ തന്ന ലിസ്റ്റിലുണ്ട്. ഷെയ്സ് റോഷ്നി, സാറൊരു പോലീസ് ഓഫീസറാ. നിന്നോടെന്താ ചോദിക്കാനുണ്ടെന്ന്? പേടിക്കാനൊന്നുമില്ല. 9388955456 റോഷിയുടെ നമ്പറല്ലേ? എന്റെ പേരില, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. പപ്പയെ കണക്ഷൻ എടുത്ത്. പോലീസിനോട് കള്ളം പറയരുത്. ഇതൊന്നും അത്ര സീരിയസ് ആക്കണ്ട. റോഷിന് എപ്പോഴെങ്കിലും ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഫോൺ ഉപയോഗിച്ച് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇപ്പൊ ആ ഫോൺ ആരെയിലുണ്ട്? പപ്പയുടെ അടുത്ത് കാണും, എനിക്കറിയില്ല. റോഷിന്റെ പപ്പ എവിടെ ഉണ്ട് ഇപ്പോ? പപ്പ മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ വീട്ടിലുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ? പപ്പയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സ് ആരൊക്കെയാ? കണ്ണൻ അങ്കിൾ, നാരായണേട്ടൻ, സർവൻ. എനിക്ക് അത്യാവശ്യമായിട്ട് നീപ്പച്ചനെ കാണണല്ലോ. ഞാൻ പറഞ്ഞല്ലോ അച്ചായൻ പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞെന്ന്. മകളോട് ചോദിച്ചപ്പോ മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. വേലക്കാരനോട് ചോദിച്ചപ്പോഴും അത് തന്നെ. ചോദ്യം ഭാര്യയുടെ അടുത്തെത്തിയപ്പോ 2 ദിവസം കൂടി. ഈപ്പച്ചനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. ഫോണിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ലേ? ഇല്ല. ഈ 4-5 ദിവസത്തിനിടയ്ക്ക് ഒരിക്കലും വിളിച്ചിട്ടില്ല? ഇല്ല. ഭർത്താവിനെ അച്ചായനെന്നാണോ വിളിക്കുന്നത്? അതെ. ആ മൊബൈൽ ഫോൺ ഞാൻ അത് പണിയൊന്നും നോക്കണ്ട. എന്താ
കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അച്ചായൻ ഇങ്ങോട്ടും ചേച്ചി അങ്ങോട്ടും വിളിക്കാറേ ഇല്ല അല്ലേ? പറ, ഈപ്പൻ എവിടെ ഉണ്ട്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കാക്കിയിട്ടോണ്ട് വരും. അപ്പൊ പിന്നെ ഭാഷ ചെയ്തായിരിക്കില്ല. കാക്കിയിട്ട എനിക്ക് എന്നെ തന്നെ കണ്ടുകൂടാ. പറ, ഈപ്പൻ എവിടെ ഉണ്ട്? ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തുപകയാ. ഇതില്ലേ ടെൻഷൻ കയറി ഞാൻ ചാവും. കണ്ണടച്ച പോലീസാ മുന്നില്. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും പോംവഴിയായിട്ട് വരും. അതുവരെ ഒന്ന് നിർത്തി കുടി, അല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി. വാ 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 വാ. കണ്ണടച്ചാൽ പോലീസാണ് മുന്നിൽ. എത്ര ദിവസം ഇങ്ങനെ പാത്തും പതുങ്ങിയും ജീവിക്കും? കണ്ണടച്ചാൽ പോലീസ് മുന്നിൽ വരാൻ താൻ എന്ത് ചെയ്തു? താൻ എന്തിനാ പാത്തും പതുങ്ങിയും ജീവിക്കുന്നത്? അതുവരെ ക്ഷമിക്കല്ലെങ്കിൽ അടുത്ത ഡെഡ് ബോഡി നീയാണ്. അടുത്ത ഡെഡ് ബോഡി ഇയാളാണെങ്കിൽ ആദ്യത്തെ ഡെഡ് ബോഡി ആരായിരുന്നു? ആരാ പറ. നിങ്ങളുടെ കൂട്ടത്തിൽ 4-മത്തെ ആൾ നാരായണൻ. ആരാണ് ഇവിടെ? അറിയില്ല. 3-4 ദിവസമായിട്ട് അയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അയാൾ അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങൾ 3 പേരോടൊപ്പം ആണെന്നും കംപ്ലൈന്റിൽ വ്യക്തമാണ്.
നിന്റെ മുഖത്തുനിന്നാണ് ഒരു പുച്ഛം. ആരെങ്കിലും പുറകിലുണ്ടെന്നുള്ള ധൈര്യമാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും നിർഭാഗ്യവാൻ താനാണ്. താൻ മാത്രമല്ല, തന്റെ ഭാര്യയും മകളും. തന്റെ മോളുടെ പേരിലുള്ള സിം കാർഡ് ആരാ ഉപയോഗിച്ചെന്ന് തനിക്കറിയാം. ഇപ്പൊ ഞങ്ങൾക്കും അറിയാം. പാവൻ റോഷിനി. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ കുടുങ്ങും. നിയമത്തിനൊരു ദയം ദാക്ഷിണ്യമില്ലല്ലോ. തെളിവുകൾ മുഴുവൻ ആ കുട്ടിക്കെതിരാ. ഇനി മോളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. സാർ, ഞാൻ എല്ലാം പറയാം. തന്ന അഡ്വാൻസ് കൂടാതെ കോൺട്രാക്റ്റിൽ പറഞ്ഞ ബാക്കി തുകയും തരാം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇനി തന്നെ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. താൻ മാത്രമല്ല, ഞങ്ങളും കൊടുക്കും. പെരുമാളെന്നൊരു ഓഫീസറാ കേസ് അന്വേഷിക്കുന്നത്. അയാളോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടായിട്ടല്ല. എങ്കിലും പറയുക, അയാൾ ഉള്ളിടത്തോളം ഒന്നും നടക്കില്ല. നടക്കും. നടക്കില്ല. താൻ കൊല്ലില്ല. കൊല്ലുകയും വേണ്ട. തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു താൻ വേണ്ടെന്ന്. നിങ്ങൾക്ക് പിന്മാറാം. എന്നിട്ട് എന്തോ പുളുത്തും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു കൂവി നടക്കുന്നതല്ലാതെ നീയൊക്കെ ഒരു കൊതുകിനെ പോലും കൊന്നിട്ടുണ്ടോടാ? ഉണ്ടോ? നാരായണ, 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 ഈ പൂച്ച നാരായണ, 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 വേണ്ട, നോ, നോ, വേണ്ട, നോ, പ്ലീസ്. മറ്റു മാർഗങ്ങളൊന്നും തോന്നിയില്ല. ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് നാരായണന്റെ ബോഡി കുഴിച്ചിട്ട് സാർ. എത്ര രൂപയ്ക്കാ കില്ലറുമായിട്ട് കരാർ ഉറപ്പിച്ചത്? പറ, പറ. 3 കോടി. അതിലെത്ര കൊടുത്തത് വരെ? 1.5 കോടി. എങ്ങനെയാ അത് വീതം വെച്ചത്? ഞാനും ഈപ്പച്ചനും നാരായണേട്ടനും ചേർന്ന് പകുതി. ഇവനായിരുന്നല്ലേ അത്യാവശ്യം? എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? സിഎമ്മിനോട് ഇത്രയും വിദ്വേഷം തോന്നാൻ കാരണം എന്തുവാ? ഒന്നല്ല, പല കാരണങ്ങളുണ്ട്. തന്നോട് ചോദിച്ചോ? ചോദിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പറയണം. സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ സിഎം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. സിഎം എന്താ നിങ്ങളെ കെട്ടിയിട്ട് ഈർക്കിലെടുത്ത് അടിച്ചോ? വല്ലാത്ത അറപ്പോടും വെറുപ്പോടും കൂടി അദ്ദേഹം ഞങ്ങളെ കണ്ടത്. അയാള് ജനപ്രിയ നേതാവ് തന്നെയാ. പക്ഷെ ബിസിനസ് കമ്മ്യൂണിറ്റി നിന്നോട് ചോദിച്ചില്ലല്ലോ. ചോദിക്കുമ്പോ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ പോളിസിയും പ്രഖ്യാപനങ്ങളും ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കി. 100% പെർഫെക്റ്റ് ആയി ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ സാർ? പിന്നെ നിന്റെയൊക്കെ തോന്നിയാസത്തിന് ബിസിനസ് ചെയ്യാനുള്ള സ്ഥലമാണോ ഇത്? സത്യം, വല്ലാതെ മനസ്സ് മടുപ്പിച്ചു സാർ. പുതിയ മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പാർട്ടിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും വാക്ക് വന്നിരുന്നു? ഇവിടെ അങ്ങനെ ഒരു ഉറപ്പ് മാറിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പിന് ഞങ്ങൾ ആരെയും സമീപിച്ചിരുന്നില്ല. ലഭിച്ചിരുന്ന ഉറപ്പും പിൻബലമല്ലടാ നിന്റെ മുഖത്ത് കാണുന്ന ഈ അഹങ്കാരം. ഈ പറഞ്ഞതല്ലാതെ വിദ്വേഷം തോന്നാൻ മറ്റൊരു കാരണമില്ല. പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ പബ്ലിക് മീറ്റിംഗിൽ അദ്ദേഹം ഞങ്ങളെ വല്ലാതെ അപമാനിച്ചു. ഇയാള് പുഴുത്ത ശവമാണെന്നും വൃത്തികെട്ടവനാണെന്നും പറഞ്ഞു. ആ നിമിഷം എനിക്ക് തോന്നിയതാ അയാൾ ശവമാകണമെന്ന്. ഉണ്ടായ നഷ്ടങ്ങൾ എങ്ങനെയും തിരിച്ചു പിടിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ. എവിടെയാ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവുകൾ? ഒന്ന് കാണട്ടെ. കില്ലറെ ആരാ പരിചയപ്പെടുത്തിയത്? പ്രേംജിത്ത് പൂട്ടാനി സാർ. പ്രേംജിത്ത് പൂട്ടാണിയോ? അവൻ ഏത് പൂട്ടാണിയാടാ? പൂട്ടാനിൽ ഒരു ബിസിനസ്മാൻ സാർ. എന്താ കില്ലറുടെ പേര്? അറിയില്ല സാർ. ഏത് രാജ്യക്കാരനാ? അറിയില്ല. എന്തോടാ അവന്റെ ഭാഷ? ഞങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചത്. വേറെ ഭാഷകളായക്കറിയാം. നിങ്ങളെ കൂടാതെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്? ആരുമില്ല സർ. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പച്ച കള്ളവനടാ നീ പറയുന്നേ? സത്യം സാർ, സത്യമാ. ആരുമില്ല സാർ. വാടകക്കൊലാളി ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. നാരായണേട്ടനെ വെടിവെച്ചിട്ട് ശേഷം നിന്നോട് ചോദിച്ചാ മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നിനക്കല്ലേ തോന്നുന്നത്? അയാൾക്കല്ലോ. അയാൾ ഇതിനകം നാടുവിട്ട് കാണും സർ. അങ്ങനെ തോന്നാൻ എന്നാ ഈ പച്ച കാരണം? അയാൾക്ക് ആകെയുള്ള ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾ മാത്രമായിരുന്നു. മാറ്റി
അവർ പറഞ്ഞതുപോലെ ആയാലും പോയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിൽക്കാനുള്ള ഗട്സ് അയാൾക്ക് ഉണ്ടാവില്ലെന്നാണ്. എന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഹിൽ ഗീവ് അപ്പ്. ഹലോ ഹലോ, എനിക്കറിയോ പോലീസ് അടുത്ത് കളിക്കുന്നു. ഹലോ സാർ. സാർ, ഞാനൊരു അല്പം തിരക്കിലാണ്. എന്ത് തിരക്കാടാ നിനക്കവിടെ? ഞാൻ അറിയാതെ എന്ത് കമ്മിറ്റിയാടാ അവിടെ നടക്കണേ? ഞാൻ വെറും ഓക്കനാണെന്നാണ് നിന്റെ വിചാരം? ഇപ്പം ഈ നിമിഷം നീ ഇവിടെ എത്തിയിരിക്കണം. സാർ, അല്പം അസൗകര്യമുണ്ട്. എന്ത് അസൗകര്യാടാ നിനക്ക്? അസൗകര്യം എന്താണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. എടാ പെരുമാളെ,